ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. അങ്ങനെ ആ തോട്ടത്തിന്റെ ഓണർ വന്ന് ജയപാലിനോട് ചോദിക്കാണ്, പൂജയൊക്കെ നടക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലാലോ. അപ്പൊ ജയപാലൻ പറയാണ്, നിങ്ങള് നാട്ടിലേക്ക് പോകാണ് എന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞേ. അപ്പോ ഓണർ പറയാണ്, ഇന്നലെ പോകേണ്ടതായിരുന്നു, പിന്നെ ഞാൻ അത് 2 ദിവസത്തേക്ക് നീട്ടി. എന്നിട്ട് ജയപാലൻ ഓണറെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ കാവേരി ജയപാലനോട് ചോദിക്കുകയാണ്, ഞാൻ വന്നപ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞേ? എന്റെ അച്ഛൻ ഈ തോട്ടം വാങ്ങാം എന്ന് പറഞ്ഞ് വാങ്ങാതെ പോയി, എന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കി ഈ സ്ഥലം വാങ്ങി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ജയപാലൻ ഒരു ടെൻഷനോടെയാണ് അതേ എന്ന് മറുപടി പറയുന്നേ. അപ്പൊ കാവേരി ആ ഓണറിനോട് ഈ തോട്ടത്തിനുള്ള പൈസ എപ്പോഴാണ് കൊടുത്തേ എന്ന് ചോദിക്കാണ്. അപ്പൊ ആ ഓണർ പറയാണ്, 2 വർഷം മുന്നേ കുറച്ചായി തന്നോണ്ടിരുന്നു. അപ്പൊ കാവേരി ശാരദയോട് പറയാണ്, കേട്ടല്ലോ, 2 വർഷം മുന്നേ എന്റെ അച്ഛൻ അയച്ചു കൊടുത്ത പൈസ കുറച്ചായി കൊടുത്തു എന്നല്ലേ? അപ്പൊ ഓണർ പറയാണ്, ആ അങ്ങനെ തന്നെയാണ്. അപ്പൊ ജയപാലൻ ഓണറിനോട് ചോദിക്കാണ്, നിന്റെ അടുത്ത് ആരാണ് പണം തന്നത്? ഞാനല്ലേ? അപ്പോ ഓണർ അതേ എന്ന് മറുപടി പറയാണ്. ജയപാലൻ കാവേരിയോട് പറയാണ്, പൈസ കൊടുത്തത് ഞാനാണ്, അല്ലാതെ നിന്റെ അച്ഛനല്ല. അപ്പൊ കാവേരി ജയപാലിനോട് പറയാണ്, എന്റെ അച്ഛൻ അയച്ചു തന്ന ക്യാഷ് അല്ലേ നീ ഈ ഓണർക്ക് കൊടുത്തത്? നീ പറയുന്നതൊക്കെ പച്ച കള്ളമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഗംഗ ജയപാലിനോട് ചോദിക്കാണ്, നിങ്ങൾ ആദ്യം പറഞ്ഞ് അച്ഛൻ പൈസ തന്നിട്ടില്ലാന്ന്, ഇപ്പോ പറയുന്നു കുറച്ചായി തന്നു എന്ന്. ഇതിലേതാണ് സത്യം? അപ്പൊ ജയപാലൻ ഒന്ന് ടെൻഷൻ അടിച്ചിട്ട് മറുപടി ഒന്നും പറയില്ല. എന്നിട്ട് ശാരദ ജയപാലിനോട് ചോദിക്കാണ്, അരവിന്ദൻ ഞങ്ങളെ തോട്ടം കാണിക്കാൻ കൊണ്ടുവന്നപ്പോ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ അതിനു മുന്നേ ഈ സ്ഥലം വാങ്ങി എന്ന് പറയുന്നു. ജയപാലൻ അപ്പോ ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ? കാവേരി പറയാണ്, എന്റെ അച്ഛൻ ഞങ്ങളോട് ഈ തോട്ടം വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ ജയപാലൻ ഞങ്ങളെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നു അല്ലേ? അപ്പൊ ഓണറും പറയാണ്, ആ ദിവസം തന്നെ ആയിരുന്നു ജയപാലൻ ഈ തോട്ടം അയാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തതെന്ന്. അപ്പൊ അച്ഛമ്മ ജയപാലനോട് പറയാണ്, നിന്നെയാണല്ലോ എന്റെ മകൻ അരവിന്ദൻ വിശ്വസിച്ചിരുന്നേ, അവനെ നീ ഇങ്ങനെ ചതിച്ചല്ലടാ. ഓണർ എല്ലാരോടും പറയാണ്, അരവിന്ദനാണ് ഈ സ്ഥലം വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് ജയപാലൻ എന്റെ അടുത്ത് വന്ന് അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ജയപാലനോട് ചോദിച്ചതാ, ഇത് അരവിന്ദൻ വാങ്ങിയതല്ലേ എന്ന്. അപ്പൊ ജയപാലൻ എത്രയും പെട്ടെന്ന് എന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് എന്നോട് വാശി പിടിച്ചു. പിന്നെ ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല, അവര് സുഹൃത്തുക്കളല്ലേ, അവര് എന്തേലും ചെയ്യട്ടെ എന്ന് കരുതി. ഇത്രയും കേട്ടിട്ട് ജയപാലൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ഞാൻ വാങ്ങിയ സ്ഥലമാണ്, ഞാൻ കഷ്ടപ്പെട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് എന്നൊക്കെ. അപ്പൊ കാവേരി പറയാണ്, നിങ്ങൾ പച്ച കള്ളമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഈ തോട്ടത്തിന്റെ ഓണറിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ കള്ളം പറയുന്നേ, ഇത് ഞാൻ വെറുതെ വിടൂല. അപ്പൊ ശാരദ കരഞ്ഞോണ്ട് ജയപാലിനോട് പറയാണ്, നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കൂല, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നന്നായി ജീവിക്കൂല, നിങ്ങളെ അത്രയും സ്നേഹിച്ച അരവിന്ദനെയാണ് നിങ്ങൾ ചതിച്ചത്. അപ്പൊ കാവേരി ജയപാലിനോട് ചോദിക്കാണ്, എന്റെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ എന്റെ അച്ഛനെ കൊല്ലുമായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ എന്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ ദേഷ്യത്തില് കാവേരി ജയപാലിനോട് ചോദിക്കുകയാണ്. അപ്പൊ ജയപാലൻ അവരോട് പറയാണ്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാതെ ഇറങ്ങിപ്പോയിക്കോ എല്ലാരും. എന്നിട്ട് പറയാണ്, നിന്റെ അച്ഛനാണ് എനിക്ക് പണം തന്നേ, അതിനിപ്പോ എന്താ? നിന്റെ അടുത്ത് തെളിവുണ്ടോന്ന് ചോദിക്കാണ് ജയപാലൻ. എന്നിട്ട് കാവേരിയോട് പറയാണ്, തെളിവുണ്ടെങ്കിൽ നീ പോയി കേസ് കൊടുക്ക്, ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ ഇറങ്ങിപ്പോകാൻ പറയാണ് ജയപാലൻ കാവേരിയോട്. അപ്പൊ കാവേരി ദേഷ്യത്തില് പറയാണ്, ഞാൻ കേസ് കൊടുക്കാൻ തന്നെയാണ് പോകുന്നത് ജയപാല, ഇത് എന്റെ അച്ഛൻ വാങ്ങിയ തോട്ടമാണ്, അത് തിരിച്ചു കിട്ടുന്നവരെ ഞാൻ അതിന് പിന്നാലെ ആയിരിക്കും. അപ്പൊ ഗംഗ കാവേരിയോട് പറയാണ്, നമ്മുടെ അച്ഛൻ നമ്മളെ പെരുവഴിയിൽ ആക്കിയിട്ടല്ല പോയത്, നമുക്ക് വേണ്ടി തന്നെയാണ് ഈ തോട്ടം വാങ്ങിയത്. അച്ഛൻ ആത്മാർത്ഥമായി വിശ്വസിച്ച സുഹൃത്ത് അച്ഛനെ ചതിച്ചു, അതാണ് അച്ഛന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അച്ഛമ്മ ജയപാലിനോട് പറയാണ്, ദൈവമുണ്ട്, നീ ഒന്നുമില്ലാതെ പെരുവഴിയിൽ ഒരു ദിവസം കിടക്കും, നീ
എല്ലാവരെയും ചതിച്ചിട്ടാണ് ഓരോന്ന് സമ്പാദിച്ചു നേടുന്നത്. അതിനുള്ള തിരിച്ചടി നിനക്ക് എന്തായാലും ദൈവം തരും. കാവേരി ജയപാലിനെ വെല്ലുവിളിക്കാണ്. ഈ തോട്ടം ഞങ്ങളുടെ പേരിലേക്ക് തന്നെ മാറും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കുകയും ചെയ്യും എന്ന് വെല്ലുവിളിച്ചിട്ടാണ് കാവേരി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് കാവേരി നെവിനെയും കൂട്ടി ജയപാലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവുകയാണ്. പോലീസിനോട് കാവേരി പറയാണ്, എന്റെ അച്ഛനെ ചതിച്ച് ജയപാലൻ ഞങ്ങളുടെ സ്ഥലം അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് ജയപാലന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് ഞങ്ങള്. അപ്പൊ ആ പോലീസുകാരൻ ചോദിക്കാണ്, നിന്റെ അച്ഛൻ തോട്ടത്തിന്റെ ഓണർക്ക് ക്യാഷ് കൊടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ? കാവേരി അപ്പൊ പറയാണ്, ഓണർ തന്നെ പറഞ്ഞിരുന്നു വീഡിയോ കോളിൽ എന്റെ അച്ഛൻ ക്യാഷ് കൊടുത്തത് കണ്ടു എന്ന്. അത് 2 ലക്ഷം രൂപയാണ് കൊടുത്തത്. അപ്പോ പോലീസുകാരൻ ചോദിക്കാണ്, അതൊരു തെളിവാണോ? വീഡിയോ കോൾ ചെയ്തതിന്റെ കോപ്പി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇല്ലെന്ന് പറയാണ് നെവിൻ. പോലീസുകാരൻ എന്നിട്ട് ചോദിക്കാണ്, നിന്റെ അച്ഛൻ ഓണർക്ക് ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിന് തെളിവായിട്ട് വല്ല ഡോക്യുമെന്റും ഉണ്ടോ? അതും ഇല്ലാന്ന് പറയാണ് നെവിൻ. അപ്പോ പിന്നെ ചോദിക്കാണ്, എന്നാൽ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് കൊടുത്തതിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? അതും ഇല്ലാന്ന് പറയാണ് നെവിൻ. അപ്പൊ പോലീസുകാരൻ ചോദിക്കാണ്, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസ് എടുക്കുക? അപ്പൊ കാവേരി പറയാണ്, ഓണറിനോട് ജയപാലനാണ് സംസാരിച്ചത്. ലാസ്റ്റ് നിമിഷം ജയപാലൻ എന്റെ അച്ഛന്റെ സ്ഥലം ജയപാലന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുമായിരുന്നു. ഇത് ഓണർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതൊരു തെളിവ് അല്ലേന്ന് ചോദിക്കാണ്. അപ്പൊ പോലീസുകാരൻ പറയാണ്, ഓണർ ഇവിടെ വന്ന് അതിന് സാക്ഷി പറയോ? അവര് തന്നെ ജയപാലന്റെ പേരിൽ എഴുതി കൊടുത്ത അവര് എങ്ങനെയാ സാക്ഷി പറയാ? അപ്പൊ കാവേരി വിഷമത്തോടെ പറയാണ്, എന്റെ അച്ഛൻ പുറംനാട്ടിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ജയപാലനാണ് എന്റെ അച്ഛനെ ചതിച്ചത്. നിങ്ങൾ ജയപാലനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ സത്യം എന്താണെന്ന് അറിയാം. ഞാൻ കംപ്ലൈന്റ് തരാം എന്ന് പറയാണ് കാവേരി. അപ്പോ പോലീസുകാരൻ പറയാണ്, നീ കംപ്ലൈന്റ് തന്നാലും ഞാൻ എന്ത് രേഖ വെച്ചിട്ടാണ് കേസ് എടുക്ക? അപ്പോ കാവേരി ചോദിക്കാണ്, അപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലേ? പോലീസുകാരൻ ഇല്ലാന്ന് പറയാണ്. എന്തേലും രേഖയുണ്ടെങ്കിലേ കേസ് എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിന്റെ അച്ഛന് അത് നിന്റെ അമ്മയുടെ പേരിൽ വാങ്ങാമായിരുന്നു. അവരുടെ പേരിൽ ക്യാഷ് കൊടുത്തിരുന്നെങ്കിൽ എന്തേലും ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റൂലോ. ഇപ്പോ നിന്റെ അച്ഛൻ പോയില്ലേ, അതുകൊണ്ട് ഈ ക്യാഷ് കൊടുത്തോ ഇല്ലയോ എന്ന സത്യം ആർക്കാ മനസ്സിലാകുക? അതുകൊണ്ട് കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറയാണ് പോലീസുകാരൻ. കാവേരി വിഷമിച്ച് കരഞ്ഞോണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നേ. എന്നിട്ട് നെവിനോട് പറയാണ്, സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്റെ അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക്. നെവിൻ കാവേരിയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് കാവേരിയോട് പറയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കാവേരി. കാവേരി വിഷമിക്കാതെ ഇരിക്കി. ആ ഇൻസ്പെക്ടർ ജയപാലന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ജയപാലനെ കോൾ ചെയ്ത് പറയാണ്, നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ ആ കാവേരി ഇവിടേക്ക് വന്നിരുന്നു. കൂടെ നിങ്ങളുടെ രാജേശ്വരിയുടെ മകനും ഉണ്ടായിരുന്നു. ജയപാലൻ അപ്പോ ചോദിക്കുവാണ്, നീ കംപ്ലൈന്റ് എടുത്തായിരുന്നോ? അപ്പോ ഇൻസ്പെക്ടർ പറയാണ്, ഞാൻ കംപ്ലൈന്റ് ഒന്നും എടുത്തിട്ടില്ല സാറേ. കംപ്ലൈന്റ് ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ അവരെ ഞാൻ പറഞ്ഞയച്ചു. എന്നിട്ട് കോഡ് കട്ട് ചെയ്ത ശേഷം ജയപാലൻ രാജേശ്വരിയോട് പറയാണ്, കാവേരി എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിരുന്നു. കൂടെ പോയത് ആരാണെന്ന് അറിയോ? നിന്റെ മകൻ നെവിനാണ്. അത് കേട്ട് രാജേശ്വരി നെവിനെ കോൾ ചെയ്ത് നോക്കുവാണ്. പക്ഷേ നെവിന് രാജേശ്വരിയുടെ കോൾ എടുക്കുന്നില്ല. കാവേരി ഒരു സ്ഥലത്ത് വന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പൊട്ടി കരയാണ്. അപ്പൊ നെവിൻ കാവേരിയുടെ അടുത്ത് വന്ന് കാവേരിയെ ആശ്വസിപ്പിക്കുകയാണ്. കാവേരി നെവിനോട് പറയാണ്, നിന്റെ ജയപാലൻ അങ്കിള് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്താ അവരുടെ പേരിൽ ആരും കംപ്ലൈന്റ് കൊടുക്കാത്തേ? നെവിൻ അപ്പോ പറയാണ്, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എത്രയും വേഗം തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രമിക്കാം. കാവേരി അപ്പൊ ചോദിക്കാണ്, അതെങ്ങനെ നടക്കാനാണ്? അത് പറ്റൂലെന്നല്ലേ ആ സാറ് പറഞ്ഞത്? നെവിൻ അപ്പൊ കാവേരിയോട് പറയാണ്, അവര് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ലോ പറഞ്ഞേ. അതിനുള്ള രേഖ നമ്മുടെ കയ്യിലില്ല, അതല്ലേ അവര് പറഞ്ഞേ. കാവേരി അപ്പൊ നെവിനോട് ചോദിക്കാണ്, ആ ഓണർ തന്നെ ഒരു തെളിവല്ലേ?
അപ്പൊ നെവിൻ പറയാണ്, നിന്റെ അച്ഛൻ പൈസ കൊടുത്ത് ചതിക്കപ്പെട്ടു. അതിന്റെ വിഷമത്തിലാണ് കാവേരി നീ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു രേഖയുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്കോ കോർട്ടിലേക്കോ പോയാൽ അവിടെ ഒന്നും ഒരു ഇമോഷനും ആരും നോക്കൂല. അവർക്ക് വേണ്ടത് പ്രൂഫാണ്. തെളിവുണ്ടേല് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ. കാവേരി അതിനിപ്പോ നമ്മൾ എവിടെ പോയി കണ്ടെത്താനാണ് എന്ന് ചോദിക്കാണ്. അപ്പൊ നെവിൻ പറയാണ്, എവിടെയും പോണ്ട കാവേരി, നമ്മുടെ ഈ നാട്ടിൽ തന്നെ അന്വേഷിച്ചാൽ നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ് കാവേരിയോട്. കാവേരി അപ്പൊ കരഞ്ഞോണ്ട് പറയാണ്, എനിക്ക് പറ്റുന്നില്ല നെവിൻ. കൺമുമ്പിൽ തന്നെ ഇത്രയും തെറ്റ് നടന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നെവിനെ വിളിച്ചോണ്ട് പൊട്ടിക്കരയാണ് കാവേരി. അപ്പൊ നെവിൻ കാവേരിയുടെ അടുത്ത് വന്ന് കാവേരിയുടെ തോളത്ത് കൈവച്ച് പറയാണ്, വിഷമിക്കേണ്ട കാവേരി, ഞാനില്ലേ ഇവിടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. കാവേരി അപ്പോ വിഷമം സഹിക്കാൻ പറ്റാതെ നെവിന്റെ തോളത്ത് ചാരി കിടക്കുകയാണ്. അപ്പൊ നെവിൻ മനസ്സിൽ പറയാണ്, കാവേരി വിഷമിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്നും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റൂല. നീ എപ്പോഴും എന്റെ കൂടെ ഇതുപോലെ തോളത്ത് ചാഞ്ഞിരിക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. നിന്നെ ഒരിക്കലും ഞാൻ തനിച്ചാക്കൂല എന്നൊക്കെ മനസ്സിൽ പറയാണ് നെവിൻ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.